ദിലീപ് കുറ്റമുക്തനായപ്പോ സത്യമേവ ചെയ്തെന്നൊരു കുറിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത സുഹൃത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ വന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മളിപ്പോ ദിലീപ് പറയണത് മാത്രമല്ല, കേസ് അന്വേഷിച്ച ആൾക്കാർ അതിന്റെ പുറയില് ഈ പറയണ കോടതിയിൽ ഇത് ചെയ്തിരുന്നു, അങ്ങനെ ഉള്ള എല്ലാവരുമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല രീതിയിൽ ഇതിന്റെ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല രീതിയിൽ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു, അല്ലാതെ വെറുതെ വീട്ടിൽ ആളടച്ചിരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് യൂട്യൂബ് കണ്ടു കഴിഞ്ഞിട്ട് ഒരാളെ നമ്മൾ ഇത് പറയണത് ശരിയല്ല. പഠിച്ചിട്ട് തന്നെ അപ്പൊ ഞാൻ ഇവരുടെ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചു. പല ആൾക്കാർക്ക് അത് പുറത്ത് പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അവര്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതായത് ഹീസ് ഇന്നസെന്റ്, ഒരു ഇതിലും ഇത് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരാള് ഏതെങ്കിലും രീതിയിൽ ഈ പറയണ സോഷ്യൽ മീഡിയ കൂടി ഒന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ അത് മാറ്റി പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പറയണ ഏതെങ്കിലും രീതിയിൽ സെലിബ്രിറ്റികളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയണ ഈ യൂട്യൂബായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറ്റും. അപ്പൊ അവര് പിന്നെ ഇതിന്റെ പുറകെ പോകും, ഇവൻ അതാണ് നമ്മൾ കണ്ടാക്കണം. അപ്പൊ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി പറഞ്ഞതിന് ശേഷമാണ്. അതിന് മുന്നേ ഞാൻ പറയണത് ശരിയല്ല. കോടതിയിൽ 8 വർഷം എടുത്ത ഒരു കേസാണ്. അപ്പൊ അത് കോടതി, അതും നിസ്സാര ആളല്ല ഇത് ചെയ്താക്കണം. അവരെ സംബന്ധിച്ച് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ജഡ്ജി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് അതല്ല പുള്ളി കുറ്റവാളിയാണെന്ന് പറയണത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ നമുക്ക് ഈ പറയണ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ല, അല്ലെങ്കിൽ വിശ്വാസമില്ല എന്നുള്ളതല്ലേ അതിന്റെ ഇത്. അപ്പൊ ഞാനതുകൊണ്ട് പറഞ്ഞോളാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നാളെ ആരെങ്കിലും നമ്മളെ കുറ്റം പറയുമോ അല്ലെങ്കിൽ നമ്മുടെ ഡാമേജ് ആവാം, ഞാനതൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ 100% ദിലീപ് ഇതാണെന്ന്, ഞാനൊരു ദിലീപായിട്ടുള്ള ഒരു പ്രൊജക്ടുകൾ നമ്മൾ നേരത്തോടെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് അതിന്റെ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്കതിൽ കോൺഫിഡൻസ് ഉള്ള ആളാണ്.